ജീവിതം ശാന്തമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ഓർമ്മിക്കാതിരിക്കുകയും എന്നാൽ ജീവിതത്തിൽ ഒരു അപകടം അല്ലെങ്കിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് വരികയും ചെയ്യുന്നൊരു വിഭാഗമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം. പണ്ട് ഫയർഫോഴ്സ് എന്ന് വിളിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ. ഈ ദുരന്തത്തിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ അവരെ വിസ്മരിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിലെ ഏത് പ്രതിസന്ധിയും ഏതൊരു പ്രശ്നവും ഏതൊരു പ്രളയവും ഒക്കെ ഉണ്ടാകുമ്പോഴും ഒരപകടം ഉണ്ടാകുമ്പോഴും ആദ്യം രംഗത്തിറങ്ങി മനുഷ്യരെ ജീവൻ രക്ഷിക്കാനും മൃഗങ്ങളെ രക്ഷിക്കാനും വസ്തുവകകൾ സംരക്ഷിക്കാനും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അവരുടെ ജീവിതം സംഘർഷം നിറഞ്ഞതാണ്. അവർക്കേറെ കഥകൾ പറയാനുണ്ട്. അത്തരത്തിൽ കഥകൾ പറയാൻ കഴിയുന്ന ദീർഘകാലം ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത ശ്രീ A.T. ജോർജാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം. നമസ്കാരം സാർ. എവിടെയാണ് വീട്? ചുള്ളിമാനൂർ, നെടുമങ്ങാട് താലൂക്കിൽ ചുള്ളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. ഫയർഫോഴ്സിലേക്ക് ഒരു ജോലി വേണമെന്ന് ആഗ്രഹിച്ച് അതിൽ ജോയിൻ ചെയ്തതാണോ അതോ PSC പരീക്ഷയൊക്കെ എഴുതി എന്ത് ജോലി കിട്ടിയാലും സ്വീകരിക്കാൻ തയ്യാറായിട്ട് ഇറങ്ങുകയായിരുന്നു? സത്യം പറഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിൽ ഒരു ജോലി, ഒരു സർക്കാർ ജോലി അങ്ങനെ മാത്രം ആഗ്രഹിച്ചാണ് PSC അപ്ലൈ ചെയ്തതും എനിക്ക് ആ ജോലി ലഭിച്ചതും. പക്ഷേ വർഷങ്ങൾക്ക് നമ്മൾ നോക്കിയാൽ അതെൻ്റെ ഒരു ആവേശമായി മാറി ജോലി. ഫയർഫോഴ്സിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം മറ്റൊന്നും ചിന്തിക്കാനില്ല. അത്ര ബഹുമാനം പുറത്തുനിന്ന് കിട്ടുന്ന ഒരു ജോബ് മറ്റൊന്നുമില്ല. ഏത് അത്യാഹിതം വന്നാലും എന്ത് സംഭവം ഉണ്ടായാലും ആദ്യം വിളിക്കുന്നത് ഫയർഫോഴ്സിനെയാണ്. ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പരിശീലനം ആരംഭിക്കുകയാണല്ലോ. എങ്ങനെയാണ് ഈ പരിശീലനമൊക്കെ, അല്ലെങ്കിൽ എവിടെ വെച്ചായിരുന്നത്? എനിക്ക് കൊല്ലത്ത് വെച്ചായിരുന്നു ട്രെയിനിങ്. 4 മാസത്തെ ബേസിക് ട്രെയിനിങ് ആയിരുന്നു. അതായത് ഞാനൊരു ഡ്രൈവറായിട്ടാണ് സർവീസിൽ കയറിയത്. അതുകൊണ്ടാണ് എനിക്ക് 4 മാസം. അല്ലെങ്കിൽ 1 വർഷമാണ്. 6 മാസം ട്രെയിനിങ്ങും 6 മാസം സ്റ്റേഷൻ ട്രെയിനിങ്ങുമാണ് ഫയർമാൻ എന്ന കാറ്റഗറിക്കുള്ളത്. ഡ്രൈവർക്ക് കുറച്ച് കാലത്തെ പരിശീലനം മതി എന്നതിൻ്റെ കാരണം എന്നാ? ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി ഡ്രൈവറാണ്. അവരുടെ ജോബ് അവർ ഫിറ്റായിട്ടാണ് വരുന്നത്. ഓക്കെ. പഠിച്ച് ലൈസൻസ് എടുത്തിട്ടാണ് അവർ ഫയർഫോഴ്സിലേക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ ഡ്രൈവിംഗ് പിന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് വേണം. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉൾപ്പെടെ എടുത്താണ് നമ്മൾ സർവീസിൽ വരുന്നത്. ഈ 4 മാസത്തെ പരിശീലനത്തിൽ എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെട്ടത്? PT, പരേഡ്, അതായത് നമ്മുടെ ഫിസിക്കൽ, അതാണ് മെയിനായിട്ട് നോക്കുന്നത്. രണ്ടാമത് നമ്മുടെ അപ്ലയൻസ് ഡ്രില്ലുകൾ, ഈ ലാഡറിൽ കൂടെ ആളിനെ എടുത്തുകൊണ്ട് ഇറങ്ങുക, കയറുക, റോപ്പിൽ കൂടെ കയറുക, റോപ്പിൽ കൂടെ ഇറങ്ങുക. പിന്നെ ചെയർനോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. നമ്മൾ ഒരാളിനെ ഇരുത്തി ഇറക്കുന്നത് പോലെയാണ്. കസേരയൊന്നും വേണ്ട, കയറിൽ തന്നെയാണ് ചെയർനോട്ട് ഉണ്ടാകുന്നത്. അതിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുക തന്നെ ചെയ്യും. മുകളിൽ നിന്ന് നമ്മൾ ഇറക്കാൻ പറ്റും, കിണറ്റിൽ നിന്ന് ആളിനെ എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സംവിധാനം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രെയിൻ തരുന്ന ഒരു ഭാഗം. അതെല്ലാം കഴിഞ്ഞാണ് നമ്മൾ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അതായത് ബേസിക് ആയിട്ട് അറിയേണ്ട പരിശീലനങ്ങളൊക്കെ ഒരു ഫയർമാൻ അറിയേണ്ട അത്യാവശ്യം കാര്യങ്ങളെല്ലാം പഠിപ്പിക്കും. എല്ലാം ഒരുപോലെ തന്നെ, 2 ട്രെയിനിങ്ങും ഒരേപോലെ. ഈ പരിശീലന കാലത്തെ എന്തെങ്കിലും രസകരമായ സംഭവങ്ങളോ അല്ലെങ്കിൽ ഷോക്കിംഗ് ആയി പോയ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ? പരിശീലന കാലത്ത് രസകരമെന്ന് പറയാൻ പറ്റൂല, അത്ര ദയനീയം. 35 അടി ഹൈറ്റുള്ള ലാഡറാണ് നമുക്ക്, തടിയിലുള്ളതാണ്. അതാണ് നമുക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനും തരുന്നത്. ഇത് ചുവന്നുകൊണ്ട് നമ്മൾ ചുവന്നുകൊണ്ട് പോകണം. 4 പേരെ കാണൂ. ചുവന്നുകൊണ്ട് പോയിട്ട് ലാഡർ പിച്ച് ചെയ്തതിന് ശേഷം ബിൽഡിങ്ങിലേക്ക് ചാരി വെച്ചതിന് ശേഷം ലെഫ്റ്റ് റൈറ്റ് എന്ന് താഴെ നിൽക്കുന്ന ഓഫീസർ പറയും. ഇതനുസരിച്ച് ലെഫ്റ്റ് റൈറ്റ് നമ്മൾ കയറിക്കൊണ്ടിരിക്കണം. അടുത്തവർ പറയാം അപ്ലയൻസ് ലെഗ് ലോക്ക് ചെയ്യാനാണ് പറയുന്നത്. ലെഗ് ലോക്ക് ചെയ്തിട്ട് പറയും കൈവിടാൻ പറയും. ഈ കാലിൻ്റെ ഈ പിടുത്തത്തിൽ മാത്രം നമ്മൾ കൈവിടുകയാണ്. എന്നിട്ട് വളഞ്ഞ് ബാക്കിലോട്ട് വരാൻ പറയും. ബാക്കിലോട്ട് വരാൻ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ, പേടി. അന്ന് മറിഞ്ഞു പോകണമെന്നുള്ള പേടി. താഴെ സിമൻ്റ് ഇട്ട തറയാണ്. അപ്പം നമുക്ക് പേടി സ്വാഭാവികമാണ്. നമ്മൾ ബാക്കിലോട്ട് മറിയുമ്പോൾ മറിയാൻ കുറച്ച് താമസിച്ചാൽ, അന്നത്തെ ഒരു ഓഫീസറുണ്ട് കൊല്ലത്തെ DF, ഇപ്പോഴത്തെ DF എന്ന് പറയും, അന്നത്തെ AD എന്ന് പറയും. അവനെ വന്ന് വീഴുന്ന ചാവണമെങ്കിൽ ചാവട്ടെ, ഉപയോഗമില്ലാത്തവൻ എന്തിനായി സർവീസിലെന്നാണ് ചോദിച്ചത്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പേടിയാണ്. പക്ഷെ അതൊക്കെ പിന്നീട് നമുക്ക് വേണ്ടി ആയിരുന്നു എന്നുള്ളതാണ്. നമ്മളെ കൊണ്ടൊരു ഉപയോഗമാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കണം. അതെ, വളരെ ധൈര്യം, ടഫ്നെസ് ഒക്കെ വരുത്തണം അല്ലേ? അതിനു വേണ്ടി തന്നെയാണ് അതൊക്കെ അന്ന് ആ ഓഫീസർ ചെയ്തപ്പോൾ അപ്പോഴും നമുക്ക് ഇത്തിരി വിഷമം തോന്നിയെങ്കിലും പിൽക്കാലത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇന്നിത് ധൈര്യമായി ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു പേടി നമ്മളെ വേട്ടയാടിയാണ്. അതെ. 4 മാസവും ഇങ്ങനെ ടഫായിട്ടുള്ള പരിശീലനങ്ങൾ തന്നെയായിരുന്നോ? ഏകദേശം. പിന്നെ ക്ലാസ് ഉണ്ട്. രാവിലെ 10:30 മണി മുതൽ ക്ലാസ് ആണ്, വൈകുന്നേരം 3 മണി വരെ. ഇപ്പം ഈ കിണറ്റിലൊക്കെ ഇറങ്ങുന്ന പ്രോസസ്സൊക്കെ വരുന്ന അതിൻ്റെയൊക്കെ പരിശീലനം ഉണ്ടല്ലോ. ഈ കിണറ്റിലിറങ്ങുക, തീപിടുത്തത്തിന് തീ അണയ്ക്കുക,
ഈ തീ അണയ്ക്കലിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് പരിശീലനം അവിടെ തരിക ഈ പരിശീലന കേന്ദ്രത്തിൽ? ഫയർമാൻ ഡ്രൈവറിന് അങ്ങനെ ഒരു പരിശീലനം ലഭിക്കാറില്ല. ആ ആ അത് ലഭിക്കുന്ന ഫയർമാൻ മാത്രമാണ്. അത് ശരി. അവർ സ്റ്റേഷൻ ട്രെയിനിങ്ങിൽ വരുമ്പോഴാണ് അവർക്ക് അത് ലഭിക്കുന്നത്. ട്രെയിനിങ് സെന്ററിലല്ല, സ്റ്റേഷനിലോട്ട് 6 മാസം വിടും. ഈ 6 മാസം മറ്റ് സ്റ്റേഷനിലെ ജീവനക്കാർക്കൊപ്പം ഇവർ കോൾ അറ്റൻഡ് ചെയ്യാൻ പോകും. ഓ ശരി. ആ ആ ഈ പരിശീലനം കഴിഞ്ഞിട്ട് പിന്നെ ആദ്യത്തെ പോസ്റ്റിംഗ് എവിടെയായിരുന്നു? അടൂരായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന സ്റ്റേഷനിലാണ്. അതൊരു ട്രെയിനി ആയിട്ടാണോ അവിടെ അതോ? അല്ല, ഡ്രൈവർ പോസ്റ്റിംഗാ. ഓ, പിറ്റേ ദിവസം രാവിലെ തന്നെ വണ്ടിയിൽ പോസ്റ്റ് ചെയ്യും. ഓ ശരി. ആ ഈ ഫയർ എഞ്ചിൻ എന്ന് പറയുന്നത് വലിയൊരു സന്നാഹം തന്നെയാണല്ലോ, വെറും ഒരു വണ്ടിയല്ലല്ലോ, അതിനകത്ത് പമ്പുകൾ, വെള്ളം, ഒത്തിരി അനുബന്ധ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പരിശീലനം നിങ്ങൾക്ക് ഈ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് തന്നെ കിട്ടുമോ അതോ ഇവിടെ വന്നിട്ടാണോ കിട്ടുന്നത്? പമ്പ് ഓപ്പറേറ്റിംഗ് എല്ലാം പരിശീലന കേന്ദ്രത്തിൽ തന്നെ തരും. പമ്പ് ഓപ്പറേറ്റിംഗ് പഠിപ്പിച്ച് തന്നെയാണ് വിടുന്നത്. അതായത് നമ്മൾ നാളെ ചെന്ന ഒരു ഫയർ കാൾ ഉണ്ടായാൽ പമ്പ് ഓപ്പറേറ്റ് ചെയ്യണം. അതുപോലെ അതിലുള്ള മെഷീനറികൾ കുറേ ഉണ്ട്, ചെയിൻസ് മുതൽ കുറേ ഉപകരണങ്ങളുണ്ട്. അതൊക്കെ വർക്ക് ചെയ്യാനുള്ള സാമാന്യ അറിവുണ്ടായിട്ട് തന്നെയാണ് വിടുന്നത്. അടൂർ വന്ന് ജോലിക്ക് കയറുമ്പോൾ ഉണ്ടായ ആദ്യത്തെ സംഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ആദ്യത്തെ അപകടങ്ങൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് റെസ്ക്യൂ ചെയ്യേണ്ടി വന്ന സംഭവങ്ങളൊക്കെ? ആദ്യത്തെ അപകടം നമ്മൾ ആരും മറക്കൂല. ആദ്യത്തെ സംഭവം ആരും മറക്കൂല. പ്രത്യേകിച്ച് അന്നൊരു ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ ടൈമാണ്. രാത്രി ഒരു 8:30 സ്റ്റേഷനിൽ ഒരു കോള് വരുന്നു. ഒരു 8:30-9 മണിയായിട്ടുണ്ടാവും. ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് കിടക്കാനുള്ള ഇതിലായിരുന്നു, ഉറക്കം അല്ലെങ്കിൽ പോലും. അപ്പോൾ ഒരു കോൾ വരുന്നു, ഒരു കിണറ്റിലൊരാൾ വീണിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. സ്റ്റേഷനിൽ നിന്ന് അന്നും ഒത്തിരി ദൂരെയൊക്കെയാണ് മറ്റ് ഫയർ സ്റ്റേഷനുകൾ കുറവായിരുന്നു. അന്ന് അവിടുന്ന് ആ സ്റ്റേഷനിൽ നിന്ന് 10-15 കിലോമീറ്റർ അപ്പുറം പോയിട്ട് റോഡിൽ ഈ വാഹനം നിർത്തിയെടുത്തുന്ന ഏകദേശം 1.5 കിലോമീറ്റർ റബ്ബർ തോട്ടത്തിലൂടെ നടന്നു പോയാണ് ഈ സംഭവ സ്ഥലത്തെത്തുന്നത്. വണ്ടി പോകില്ല. അപ്പൊ ഈ കിണറ്റിൽ ആള് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുബന്ധ സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് വേണ്ടേ പോകാൻ? അതാണ് പറഞ്ഞ കൊണ്ടുപോകുന്നു. പക്ഷെ നാട്ടുകാരുടെ സഹകരണം പലയിടത്തും ഉണ്ടാവാറുണ്ട്. ഈ ഗോവണിയൊക്കെ കൊണ്ടുപോകും? ഗോവണി കൊണ്ടുപോകില്ല, റോപ്പ് കൊണ്ടുപോകും. റോപ്പിലാണ് നമ്മളെ കലാപരിപാടികൾ പകുതിയും റോപ്പിലാണ്. കയറ്റവും ഇറക്കവും ഒക്കെ റോപ്പിൽ തന്നെയാണ്. ലാഡർ ഉപയോഗിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവം. ഓക്കെ. അങ്ങനെ നമ്മൾ സംഭവ സ്ഥലത്തെത്തി നോക്കുമ്പോൾ അവിടെ ഒരു ചീട്ടുകളെയും മദ്യപാനത്തിൻ്റെ ഒക്കെ ഒരു ലെവലുള്ളൊരു വീടാണ്. ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. കിണറ്റിൽ ആകപ്പാടെ കാണുന്നത് ഒരു 2 ചെരുപ്പ് മാത്രമാണ്. ശരി. ഞാൻ സർവീസിലോട്ട് കയറി ഒരാഴ്ച ആയതേ ഉള്ളൂ. അന്ന് ഫയർമാൻ കുറവായതുകൊണ്ട് ഞാൻ രാത്രി വണ്ടി കയറിയതാണ്. മെന്ന് കുറവാകുമ്പോൾ നമ്മൾ കയറും. അത് ഓട്ടോമാറ്റിക് അതങ്ങനെയാണ്. ഈ ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഇറങ്ങിപ്പോവും, ഇറക്കും അവർ. അങ്ങനെ സംഭവ സ്ഥലത്ത് ചെന്നു. അന്ന് പാതാളക്കരണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അറിയാമല്ലോ, പാതാളക്കരണ്ടി കയറി കെട്ടിയിട്ട് കിണറ്റിനകത്ത് ഇങ്ങനെ ചുറ്റിച്ചപ്പോൾ തുണിയിലോ ബോഡിയിലോ ഒക്കെ തൊടുമ്പം ഇങ്ങനെ പൊക്കി നിർത്തും. വെള്ളത്തിന്റെ മട്ടത്തിൽ പൊക്കി നിർത്തും. അന്ന് അതിലൊരു പൊടിയൻ സാറാണ് ആ വർക്ക് ചെയ്തത്. പുള്ളി ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് പൊടിയൻ സാർ ഇങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കി, ആരെങ്കിലും ഒരാൾ ഇറങ്ങണമല്ലോ. അപ്പോൾ പൊടിയൻ സാർ പറഞ്ഞു, ജോർജ് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ തുടക്കമാണ്, അതിനുമുമ്പ് ബോഡി എടുത്ത പരിചയമില്ല, ബോഡി അങ്ങനെ വലുതായിട്ട് കണ്ട് പരിചയമില്ല. കിണറ്റിലിറങ്ങിയിട്ടുണ്ട്. കിണറ്റിൽ ഒത്തിരി പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട് കയറുന്നതിന് മുമ്പ്. അതാണ് നമ്മളെ ബേസ്. അതാണ് ഒരു ബേസ്. ഇറങ്ങി പറ്റൂ, വേറെ ആരും ഇല്ല അപ്പോഴവിടെ. ഞാൻ റോപ്പിൽ തൂങ്ങി തന്നെയാണ് ഇറങ്ങി. 2 സൈഡിൽ കാലിങ്ങനെ ചവിട്ടി നിന്നു. ഇയാൾ പിടിച്ചിങ്ങനെ പൊക്കി തരില്ലേ, ഭയങ്കര സ്മെല്ലാണ്, സഹിക്കാൻ പറ്റില്ല. 3-4 ദിവസം പഴക്കമുള്ള ബോഡി അത്. 3-4 ദിവസം പഴക്കമുള്ള ഒരു ബോഡി. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഛർദ്ദിക്കാൻ തോന്നും. യെസ്, അത് തന്നെയാണ്, പറ്റില്ല, ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ബോഡിയിലോട്ട് നോക്കാനൊരു ഭയമുണ്ട്. ഞാൻ മുടിയിലിങ്ങനെ പിടിച്ചു, ഇയാളുടെ മുടിയിൽ പിടിച്ചിട്ട് മുകളിലോട്ട് നോക്കിക്കൊണ്ട് നിന്ന് തന്നെ പറഞ്ഞു, പൊടി സാറേ ഇറങ്ങി വാന്ന് പറഞ്ഞു. പക്ഷെ പൊടി സാറേ ഈ പിടി വിടുമ്പോഴേക്കും മുടി എൻ്റെ കയ്യിലും ബോഡി താഴോട്ടും പോയി. അപ്പോൾ പുള്ളി വീണ്ടും പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ പൊക്കി നിർത്തി തരം പിടിക്കും, നേരെ പിടിക്കണമെന്ന് പറഞ്ഞു. 2ാമത് പൊക്കി ഇങ്ങനെ പിടിച്ചു. ഞാൻ കൈയെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ പിടിച്ചു. അഴുവിയ ഒരു വഴുക്കലും ഒരു വല്ലാത്തൊരു അനുഭവമാണത്. സ്മെല്ലും സഹിക്കില്ല. ഞാൻ പിടിച്ചു വെച്ചിട്ട് മുകളിലോട്ട് ഇങ്ങനെ നോക്കിയില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ വാന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നു. പുള്ളി ഇറങ്ങി വന്നു. പുള്ളി എക്സ്പീരിയൻസാണ്, പുള്ളി വർഷങ്ങൾ ചെയ്ത ആളാണ്. പിന്നെ റോപ്പ് കൊണ്ട് നമ്മൾ ഒരു കെട്ടൊക്കെ കെട്ടി 2 പേരും തൂങ്ങി മുകളിൽ കയറി ബോഡി എടുത്ത് കരയ്ക്ക് വെച്ച് അവിടെ നിന്ന് സ്ട്രെച്ചറിൽ ഇതുവരെ ഇത്രയും ദൂരം പിന്നിട്ട് അവരുടെ തന്നെ ഒരു വണ്ടിയിൽ ചെറിയ ടെമ്പോയിൽ അവിടെ അങ്ങനെ പറ്റുമല്ലോ. അവിടെ അതാണോ പെണ്ണായിരുന്നു? ആണായിരുന്നു. നേരെ ഹോസ്പിറ്റലിലേക്ക്. അതാണ് എൻ്റെ സർവീസിൽ ആദ്യത്തെ സംഭവം. ഈ ഫയർ സ്റ്റേഷനിൽ, അന്ന് ഫയർ സ്റ്റേഷൻ ആണല്ലോ അത് പറയുന്നത്, ഈ ഫയർ സ്റ്റേഷനിലെ ഒരു സാധാരണ സിസ്റ്റം എങ്ങനെയാണ്? അതായത് വണ്ടി എപ്പോഴും റെഡിയായി നിൽക്കണം, അവിടെയുള്ള സ്റ്റാഫ് എപ്പോഴും റെഡിയായി നിൽക്കണം, രാത്രിയിൽ ഉറങ്ങാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ഒരു ഫയർ സ്റ്റേഷൻ സാധാരണ രീതിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവിടെ റൊട്ടീനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മുൻകാലത്തെ അനുഭവം ആദ്യം പറയാം.
8 മണിക്ക് ഡ്യൂട്ടി ആരംഭിക്കും. ആ വൈകുന്നേരം 5 മണി വരെ ആ ഒരു ഷിഫ്റ്റ്. 5 മണിക്ക് തുടങ്ങുന്നത് പിറ്റേന്ന് രാവിലെ 8 മണി വരെ. ഞായറാഴ്ച ദിവസം ശനിയാഴ്ച കയറുന്നയാൾ ശനിയാഴ്ച വൈകുന്നേരം കയറുന്നയാൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഇറങ്ങാം. ഞായറാഴ്ച രാവിലെ ഇറങ്ങാൻ പറ്റില്ല, ഉച്ചയ്ക്ക് ഇറങ്ങുള്ളൂ. അന്ന് ഡ്യൂട്ടി ചേഞ്ച് ചെയ്യണം. ശരി. ഡ്യൂട്ടിയിൽ കയറുമ്പോൾ തന്നെ റോക്കോൾ നമ്മളെങ്ങനെ ഓരോ വാഹനത്തിനെ വിളിച്ച് നിർത്തും. അപ്പോൾ അതിനനുസരിച്ച് ലൈനിൽ നിൽക്കും എല്ലാ ദിവസവും രാവിലെ. റോൾ കോളിൽ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഫയർ സ്റ്റേഷനിൽ എത്ര വാഹനം ഉണ്ടാവും? 2-3 ഒക്കെ ഉണ്ടാവും? കൂടുതലുണ്ടാവും. തിരുവനന്തപുരം ചെങ്കൽച്ചൂള പോലെ ഉള്ള സ്റ്റേഷനിലാണെങ്കിൽ 10-12 വാഹനം ഉണ്ടാവും. ശരി. അതെല്ലാം നിരത്തി നിർത്തും. വണ്ടികളുണ്ടാവും. ആ വണ്ടിയുടെ നമ്പർ വെച്ച് ഇന്ന ആളിനെ വിളിക്കും. ഫസ്റ്റ് ഇന്ന ഡ്രൈവർ, സെക്കൻഡ് ഇന്ന ഡ്രൈവർ, റിക്കവറി ഇന്ന ഡ്രൈവർ, ആംബുലൻസ്, ഇങ്ങനെ ഓരോ 1 by 1 ആയിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഡ്രൈവർ അവർ പോസ്റ്റാവും. അതിനുള്ള മെന്നിനെ വിളിക്കും. അതിൽ ആടാവും. ലീഡിങ് ഫയർമാൻ ഉണ്ടാവും. അവരെല്ലാവരും അതിൽ നിൽക്കും. എന്നിട്ട് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെയാണ് വാഹനം ചെക്ക് ചെയ്യാൻ. തലേദിവസം മറ്റൊരാളുടെ ചാർജിൽ കിടന്ന വാഹനം ഇന്നിപ്പോൾ നമ്മുടെ ചാർജിലോട്ട് വരെയാണ്. അപ്പം വാഹനം പൂർണ്ണമായി ചെക്ക് ചെയ്യും. എല്ലാം കണ്ടീഷനാണോ എന്ന്. ഇതിനകത്തുള്ള ഉപകരണങ്ങൾ, ഇതിലെന്തൊക്കെ ഉണ്ടോ, അത് ഡീസൽ ഉണ്ടോ, ബാറ്ററി കറക്റ്റ് ആണോ, റേഡിയേറ്ററിൽ വെള്ളമുണ്ടോ, മുതൽ Z ഓയിലുണ്ടോ, എല്ലാം ചെക്ക് ലിസ്റ്റ് ഉണ്ടോ? ഉണ്ട്. ഡ്രൈവർക്ക് ഇന്ന കാര്യങ്ങൾ നോക്കണം, ഡെയിലി നോക്കണമെന്ന് ഒരു നിയമമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡ്രൈവർ നോക്കുന്നു. മറ്റു ഉപകരണങ്ങളെല്ലാം പരിശോധിക്കും. അതും മെന്ന് വർക്ക് ചെയ്യാനുള്ള എല്ലാം മെന്നും വർക്ക് ചെയ്ത് നോക്കുന്നു. പമ്പ് വർക്ക് ചെയ്ത് നോക്കുന്നു. ബ്രേക്ക് ടെസ്റ്റ് ചെയ്യുന്നു വാഹനത്തിൻ്റെ. ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ലൈനിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ ചോദിക്കും, ഫസ്റ്റ് ടേൺ ഔട്ട് ചോദിക്കുമ്പോൾ കറക്റ്റ് സാർ, കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് എന്ന് പറയും. കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് അല്ല. വാഹനം തലേദിവസം തട്ടിയിട്ടുണ്ടെങ്കിൽ തട്ടിയിട്ടുണ്ട്, തലേദിവസം വാഹനം പുറത്ത് പോയിട്ട് കഴിയിട്ടില്ലെങ്കിൽ കഴിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം പക്കായിരിക്കണം. രാവിലെ എണീച്ചാൽ വണ്ടി കഴിയിട്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. അതായത് ഇതിൻ്റെ അകത്ത് ടാങ്കിനകത്ത് വെള്ളം വരെ നിറഞ്ഞു 100%, 24 മണിക്കൂർ. അതിന് ടൈമില്ല. 24/7. ശരി. എപ്പോഴും ഫുള്ളായിരിക്കും. ഒരു തുള്ളി വെള്ളം കുറയാൻ പാടില്ല എന്ന്. ഈ ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോൾ, ഇപ്പോൾ രാത്രി ഡ്യൂട്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ മയങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ടല്ലോ? അതായത് ഉണർന്നിരിക്കുമോ എല്ലാവരും? അതോ നിങ്ങൾക്കൊന്ന് ചെറുതായിട്ട് മയങ്ങാനൊക്കെ അനുവാദം ഉണ്ടോ? പാറാവുകാരൻ എപ്പോഴും ഉണ്ടാവും. അത് ഉറക്കമില്ലാത്ത ആളാണ്. അത് 2 മണിക്കൂർ, മുൻകാലങ്ങളിൽ 2 മണിക്കൂർ തന്നെ, ഇപ്പോഴും അത് 2 മണിക്കൂർ തന്നെയാണ്. 2 മണിക്കൂർ പാറാവുണ്ടാവും. അത്യാവശ്യം ജീവനക്കാർ കിടക്കും. ഈ ചില അമേരിക്കൻ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടുത്തെയൊക്കെ സിസ്റ്റത്തിൽ ഈ മുകളിലത്തെ നിലയിലായിരിക്കും സ്റ്റാഫ് കിടക്കുകയൊക്കെ ചെയ്യുക. അവിടുന്ന് ഗോവണി പോലും അല്ല, ഒരു കമ്പിത്തൂണ കൂടെ ഇവർ പിടിച്ചിങ്ങനെ തൂങ്ങി താഴേക്ക് തെന്നി താഴേക്ക് വരികയാണ്. അതായത് സ്റ്റെപ്പ് ഇറങ്ങുന്നതിൻ്റെ സമയം പോലും ലാഭിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയുള്ള സിസ്റ്റം നമ്മുടെ ഫയർ സ്റ്റേഷനിലുണ്ടോ? ഇല്ല. ചെങ്കൽച്ചുള്ള പുതിയ ബിൽഡിംഗ് വർക്ക് പണി ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു ഇതൊക്കെ പ്ലാനൊക്കെ കൊണ്ട് കാണിച്ചിരുന്നു. പക്ഷെ അതിൽ കണ്ടത് സാർ ഈ പറയുന്ന സംഭവമൊക്കെ ആയിരുന്നു. പക്ഷെ അത് പണിത് വന്നപ്പോൾ അങ്ങനെയില്ല. സ്റ്റെപ്പ് ഇറങ്ങി തന്നെ വരണം. പക്ഷെ ഫസ്റ്റ് റിങ്ങിന് തന്നെ പാറാവുകാരൻ എല്ലാവരെയും വിളിച്ചുണർത്തും. വിളിക്കും, ഒറ്റ വിളിച്ചാൽ മതി. അതെങ്ങനെ വിളിക്കുക? അതോ അവിടെ മണിയടിക്കുക? എന്തായാലും മണിയടിയുണ്ട്, ബെല്ലുണ്ട്, ഫയർ അലാറം ഇട്ടിട്ടുണ്ട്. ബെല്ലടിക്കുമ്പോൾ തന്നെ അവർ പാഞ്ഞു വരും. ഈ പാറാവുകാരനാണോ ഫോണൊക്കെ എടുക്കുന്നത്? അല്ല, അതിന് പ്രത്യേക ആളുണ്ട്. ഈ ഫോണിലായിരിക്കില്ലേ പല ഇൻഫർമേഷൻ വരിക? ഫോൺ ഡ്യൂട്ടിക്ക് മാത്രമായിട്ട് ഒരാളുണ്ട്. ഒരു കോൾ വന്നാൽ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? എന്താ സംഭവം എന്ന് ചോദിക്കും. സംഭവം പറഞ്ഞിട്ട് നിങ്ങളുടെ നമ്പർ പറയാൻ പറയും. പിന്നെ നിങ്ങളുടെ പേര്, വരേണ്ട വഴി, തൊട്ടടുത്തുള്ള ലാൻഡ്മാർക്ക്, ഇത് വിശദമായിട്ട് ചോദിക്കും. ചോദിച്ചിട്ട് പറയും ഫോൺ കട്ട് ചെയ്യുക, ഞാൻ തിരിച്ചുടനെ വിളിക്കും, വെച്ചിട്ട് പുകളരുന്ന് പറയും. ഉടൻ തിരിച്ച് വിളിക്കും ഈ നമ്പറിലേക്ക്. അതായത് അത് കൺഫേം ആക്കണം. തിരിച്ച് വിളിച്ച് ഇത് കൺഫേം ആണെങ്കിൽ ബെല്ല, മറ്റൊന്നും ചിന്തയില്ല. അവിടെ ബെല്ലിടുന്നു. 14 സെക്കൻഡ് വണ്ടി പുറത്തിറങ്ങും. 14 സെക്കൻഡിനകം പുറത്തിറങ്ങിയിരിക്കും. 14 സെക്കൻഡിനകം എല്ലാവരും റെഡിയായി വണ്ടിയെ കയറിയിരിക്കും. ഇറങ്ങും, പോവും, വണ്ടി പോയിരിക്കും. ഒരു തർക്കമില്ല. അത് അതിന് എത്ര രാത്രി ആയിരുന്നാലും അങ്ങനെയാണ്. ഇവിടുത്തെ ഫസ്റ്റ് റിങ് അടിക്കും, ഫോൺ ബെല്ല് ചെയ്യുമ്പോൾ തന്നെ ജീവനക്കാർ അലർട്ടാവും. അങ്ങനെ ഒരു ഉറക്കമല്ല. യൂണിഫോമിലും റെഡിയായിട്ട് തന്നെയാണ് ഈ മയങ്ങിയാലും. പണ്ട് കാലത്ത് കാക്കി പാൻറ് ഇടും, ഷർട്ട് വാഹനത്തിലിട്ടേക്കും. ഓടുമ്പോൾ ഇട്ടിടാൻ മതി, ഇട്ടുകൊണ്ട് പോകും. അങ്ങനെ തന്നെയാണ് പണ്ട് കാലത്ത്. ഇപ്പോഴും ഏകദേശം മിക്കവാറും ഉള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ്. 14 സെക്കൻഡിന് ഇന്നും വിട്ടുവീഴ്ചകളൊന്നുമില്ല. ഇറങ്ങിയിരിക്കും വണ്ടി. കാരണം അവിടെ ടെസ്റ്റ് നടത്താറുണ്ട്. വേറെ ഓഫീസർമാർ ചിലപ്പോൾ രാത്രിയൊക്കെ വന്ന് ബെല്ലം കിടും. നമ്മൾ അറിയത്തോ ഒന്നുമില്ല, നമ്മളറിയില്ല. ഇവരൊന്നും ബെല്ലം, ഈ ബെല്ലിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് നീട്ടിയിടും. അപ്പോൾ ടേൺ ഔട്ടാണെന്ന് ഉറപ്പാവും. നീട്ടി അടിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാതെ ഒരു ഓഫീസർ ആയിരിക്കുമെന്ന് മനസ്സിലാവും. പാഞ്ഞിരിക്കും. ഫുൾ യൂണിഫോമാണ്. ഗംബൂട്ട് മുതൽ എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ടോ, ഡിപ്പാർട്ട്മെന്റ് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ശരീരത്തിൽ, ആടയാഭരണങ്ങളെല്ലാം ശരീരത്തിൽ വേണം. നോ കോംപ്രമൈസ്. ഇല്ലെങ്കിൽ അതിന് ഭയങ്കര ശിക്ഷയാണ്. ഈ അടൂര് സർവീസ് തുടങ്ങി അവിടെ അടുത്ത നമ്മുടെ ആക്ഷൻ എന്തായിരുന്നു? ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ആംബുലൻസിൻ്റെ ഡ്രൈവറായിരുന്നു. ഉച്ച ഒരു 12 മണിയോട് അടുപ്പിച്ച് ഒരു ആക്സിഡൻറ്റ് വിളിച്ചു പറഞ്ഞു. പറക്കോട് എന്ന സ്ഥലത്ത്. ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ
അത് വളരെ ദയനീയം, പറയുന്നതിന് തന്നെ ദയനീയമുള്ളൊരു കേസാണ്. SSLC പരീക്ഷയിൽ പാസ്സായ ഒരു കുട്ടി ഉമ്മയോട്, വാപ്പ ഗൾഫിലാണ്, പായസം വേണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. മോൻ അച്ഛനെ വാപ്പായെ വിളിച്ചു. വാപ്പ പറഞ്ഞു വെച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ കരിപ്പട്ടിയോ അണ്ടിപ്പരിപ്പോ ഇതെന്തോ ഇല്ല, വാങ്ങാനായിട്ട് പുറത്ത് പോകണം. അപ്പോൾ പയ്യൻ്റെ അടുത്ത് പറഞ്ഞു. പയ്യൻ പെട്ടെന്ന് സൈക്കിളും എടുത്ത് പോയി. പോകുന്ന വഴിക്ക് ഒരു നാഷണൽ പെർമിറ്റ് ലോറിയുടെ സൈഡ് തട്ടി ഇട്ട് കയറി ഇറങ്ങിപ്പോയി. ഓ അത് ശരി. അല്ല, ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴും ഫയർഫോഴ്സ് തന്നെയാണ് അവിടെ വന്ന് ഇത് ഈ ബോഡി അവിടെ നിന്ന് മാറ്റാനൊക്കെ സഹായിക്കേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും ഫയർഫോഴ്സ് ധൈര്യമായിട്ട് ചെയ്യും. ഇതുവരെ ബോഡിയുടെ ഇതുവരെ ഡാമേജ് ഒന്നുമില്ല, ഇതിന് മുകളിലോട്ടില്ല. അരഞ്ഞുപോയി. ഓ ശരി. നമ്മൾ വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ കാണുന്നുണ്ട്, ചിന്നി ചെതറി പീസ് പീസായിട്ട് ഇങ്ങനെ കിടക്കുക, നിലത്തൂടെ ഇങ്ങനെ ഒട്ടി. ഈ ലോറിക്കാരൻ അറിഞ്ഞില്ലേ അത്? ഇല്ല, ലോറി അറിഞ്ഞത് പിന്നീടാ. ഈ തട്ടിപ്പോയതാ, ലോങ് ഇതല്ലേ, ട്രെയിലർ പോലത്തെ വണ്ടിയാണ്, അതാണ് അരഞ്ഞു പോയത്. ഓ ശരി. ഒരു ടയർ കയറി, അടുത്ത ടയർ കയറി, അടുത്ത ടയർ കയറി. ശരിക്കും അത് നമ്മളെ ഷോക്ക് ചെയ്യില്ലേ? അവിടെ നമ്മളെ പെട്ടെന്ന് ഫ്രീസ് ആക്കി കളയില്ലേ? അല്ലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആക്കി കളയില്ലേ? അതോ ഈ ടീം ഉള്ളതുകൊണ്ട് നമ്മളങ്ങ് ധൈര്യപൂർവ്വം ഇറങ്ങുകയാണോ? ഈ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അതൊരു ആവേശം. അത് ശരി. അതങ്ങ് ചെയ്തോളും, ചെയ്തു പോകും. നമ്മളെ പിന്നെ ആരും നിർബന്ധിക്കുകയൊന്നും വേണ്ട, അതങ്ങ് ചെയ്തോളും, ചെയ്യും. നമ്മുടെ ഡ്യൂട്ടിയാണ്. അതിനപ്പുറം അതൊരു ആവേശം തന്നെയാണ്, അങ്ങ് ചെയ്യും. നീ ചെയ്യും, ഞാൻ ചെയ്യുന്ന അങ്ങനെ പരസ്പരം പറയത്തൂടിയില്ല. ഒരു ധൈര്യം ഉണ്ടാവും, ഉറപ്പാണ്, ഒരു തർക്കമില്ല. അങ്ങനെ എടുത്ത് ഈ 50 പൈസ കിറ്റൊക്കെ ഇറങ്ങിയ സമയമാണ്. ക്യാരി ബാഗ്, ആ ഒരു ക്യാരി ബാഗിനകത്താണ് ഈ ഇത് മുതൽ മുകളിലോട്ട്, അര മുതൽ മുകളിലോട്ട് വാരിയെടുത്ത് സ്ട്രക്ചറിൽ വെച്ചത്. സ്ട്രക്ചറിൽ പകുതി ഇതും വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇത് വെക്കുകയാണ്, കിറ്റ് വെക്കുകയാണ്. ഇത് അതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചത്. ഈ ഓരോ ദുരന്തത്തിൻ്റെയും പുറകിൽ ഓരോ ജീവിത കഥകളും ദുഃഖത്തിൻ്റെ കഥകളും എല്ലാം കൂടെ ഉണ്ട്, അല്ലേ? ഉറപ്പായിട്ടും. ഈ ഇവരുടെ ജീവിത കഥകളിലേക്ക് അന്വേഷിച്ച് പോകാൻ പിന്നെ സമയം പലപ്പോഴും പറ്റാറില്ലല്ലോ. ദുരന്തമുഖത്തുനിന്ന് റിക്കവറി നടത്തി നമ്മൾ പോവുകയാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ പിന്നെ തുടർന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. എന്നാലും ഇത്തരം കഥകൾ പലതും അറിയുന്നുണ്ടാവില്ലേ നിങ്ങൾ? അറിയുന്നുണ്ടെന്ന് മാത്രമല്ല, നമ്മളെ തേടി വന്ന സംഭവങ്ങളുണ്ട്. അവർ രണ്ടാമത്തെ അവസാനം വന്ന സംഭവങ്ങളുണ്ട്. അതെന്താണ്? അത് ഈ ചെങ്കൽച്ചൂള ജോലി ചെയ്യുമ്പോഴാണ് ഒരു പശു കിണറ്റി വീണു. ആ വീട്ടിൽ അച്ഛനില്ല, അമ്മയും പെൺമക്കൾ, 2 പെൺമക്കൾ. പൂർണ്ണ ഗർഭിണിയായ പശുവാണ്. ഒരു സ്റ്റേഷനിലെ ജീവനക്കാർ പശു എടുക്കാൻ വന്ന് രാവിലെ മുതൽ നിൽക്കുന്നുണ്ട്. ഈ പശുവിന് ജീവനുണ്ട്, ഗർഭിണിയാണ്, ജീവനുണ്ട്, കിണറിലാണ്. വെള്ളമുള്ള കിണറാണോ? വെള്ളം കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച്. അപ്പോൾ എടുക്കാൻ ശ്രമിച്ചിട്ട് കഴിഞ്ഞില്ല, പലരും നോക്കി കഴിഞ്ഞില്ല. അവസാനം നമ്മളൊക്കെ പുതിയ ആൾക്കാരാണല്ലോ, അന്ന് മെന്നൊക്കെ വന്ന സമയം. കറണ്ടോടനില്ലെന്ന് പറയും, ഒരു ഫയർമാനാണ് പുള്ളി. ഞാനൊക്കെ അന്ന് ആ ഡ്യൂട്ടിയിലുണ്ട്, ഞാനന്ന് മെക്കാനിക്കാണ്. ഡ്രൈവറുടെ പോസ്റ്റിൽ വന്നാൽ പല പോസ്റ്റിലേക്ക് പിന്നെ ഇത്തരത്തിൽ മാറിപ്പോ. ഓ ശരി. ഞാൻ ഇതിനിടയ്ക്ക് തിരുവനന്തപുരത്ത് എത്തി. തിരുവനന്തപുരത്ത് 97 വന്നു. ഇവർ പറയുന്ന പശു തറയെ തൊട്ടിട്ടില്ല എന്നാ, അതായത് ഞെരുങ്ങിയിരിക്കുന്നു. ചെറിയ കിണറാണോ? പൂർണ്ണ ഗർഭിണിയായ പശു, നല്ല സൈസുള്ള പശു. അപ്പോൾ 2 പേരാണ് കിണറ്റി ഇറങ്ങുന്നത്. അപ്പോൾ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അവസാനം ഞാൻ ചവിട്ടുമ്പോഴേക്കും എനിക്ക് ഈ പശുവിൻ്റെ ഗ്യാപ്പ് വഴി തറയെ തൊടാൻ പറ്റി, കാല്. ശരി. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞില്ല, കാല് തറയെ തൊട്ട്. അപ്പോൾ പശു തറയെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ റോപ്പ് ഉപയോഗിച്ച് നല്ല പണിയെടുത്തു. നല്ല പണിയെന്ന് പറഞ്ഞാൽ നമ്മളെ സീനിയർമാരും എല്ലാവരും ഇറങ്ങി കെട്ടി കരയെ കയറ്റി. അത് ഏകദേശം ഈ പുറത്തുള്ളവർക്ക് കാണാൻ പറ്റുന്ന ഒരവസരത്തിൽ പൊങ്ങി വരുമല്ലോ, കിണറുമായിട്ടും. ആ സമയം ഒരു കരച്ചിൽ കേട്ടു നമ്മൾ. ഈ വീട്ടിലെ അച്ഛനൊക്കെ മരിക്കുമ്പം മക്കൾ വിളിക്കൂലേ, ആ ഒരു വിളിയാണ്. ഈ പെൺകുട്ടികളും അമ്മയും കൂടെ വിളിച്ചതാണ്. കാരണം ഇവരുടെ ആകെപ്പാടെയുള്ളൊരു വരുമാനമാണ് അത്. അന്നത്തെ രീതിയിൽ ആരും സഹിക്കൂല, അത്രയ്ക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പം ഇവർ ലഡു വാങ്ങിച്ചുകൊണ്ട് വന്നു. പശു പ്രസവിച്ചു. ചെങ്കച്ചുള്ള സ്റ്റേഷനിൽ ഒരു 10-15 കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ് ഇവർ ലഡു വാങ്ങി സ്റ്റേഷനിൽ നമ്മളെ കാണാൻ വന്നു. ഇതൊക്കെയാണ് നമ്മുടെ സർവീസിലെ അല്ലേ റിവാർഡുകൾ. സാധാരണ ഇത്തരം ഒരു ഓപ്പറേഷന് പോകുമ്പോൾ ഒരു ഫയർ എഞ്ചിനിൽ അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ എത്ര പേരുണ്ടാവും? 3 മെന്നെയാണ് ഫയർമാൻ, 3 പേര്, ഒരു ഡ്രൈവർ, ഒരു ലീഡിങ് ഫയർമാൻ ഉണ്ടെങ്കിൽ ഒരു ഓഫീസർ കൂടെ. അപ്പോൾ ഈ 5 ഫയർ എഞ്ചിനുകൾ വന്നു എന്ന് പറഞ്ഞാൽ ഓരോ ഫയർ എഞ്ചിനിലും ഇത്ര ആളുകൾ വീതം ഉണ്ടാവും. ഓഫീസറും ലീഡിങ് ഫയർമാനും ഉണ്ടാവണമെന്നില്ല, മെന്ന് ഉണ്ടാവും. അതാണ് ഒരു യൂണിറ്റ്. ഒരു യൂണിറ്റ് അതാണ്. അടൂരെ പ്രവർത്തന കാലത്ത് വേറെ ഓർമ്മിച്ചിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവില്ലേ? ഒരു തീപിടുത്തമുണ്ട്, പറക്കോട് മാർക്കറ്റ്. പറക്കോട് മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ആഴ്ചയിൽ ഒരു ദിവസം ഈ ഓല ആ. മുടഞ്ഞ് കൊണ്ട് അടുക്കി വെക്കും ഓല വിൽക്കാനായിട്ട്. വീട് തെങ്ങോല മെടഞ്ഞിട്ട് തെങ്ങോല മുടഞ്ഞ് ഓല മേയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് സ്റ്റേഷനിൽ ഒറ്റ ഡ്രൈവറേ ഉള്ളൂ. സിംഗിൾ സ്റ്റേഷനാണ്, മെന്ന് കുറവാണ്, ഡ്രൈവർ ഒരാൾ, ഞാൻ മാത്രമേ ഉള്ളൂ. 2 വണ്ടിയുണ്ട്, ആംബുലൻസ് ഉണ്ട്. അപ്പോൾ ഫറക്കോട് ചന്തയിൽ തീപിടുത്തമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വണ്ടി എടുക്കുന്നു, അവിടെ പോകുന്നു, പമ്പ് ഇട്ടു, വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു വണ്ടിയിൽ 2 വണ്ടിയിലങ്ങ് തീരില്ല എന്ന്. അല്ല, അത്രയും ഓലയുണ്ടോ അവിടെ? അത്രയുണ്ട്. വിൽക്കാൻ കൊണ്ടുവരുന്നതാ, കെട്ട് കണക്കിൽ കൊണ്ട് കെട്ടി വെക്കുന്നത് ഓലയാണ് അവരുടെ പ്രധാന. ഈ ആഴ്ചയിൽ ഒരു ദിവസം രണ്ടാമത്തെ വണ്ടി വേണം. ഞാൻ അവിടെ നിന്ന് ഒരു മീൻ വണ്ടിയിൽ, പറക്കോട് മാർക്കറ്റ് ആയല്ലേ, അവിടെ ഈ പെട്ടിയാട്ടോ പോലത്തെ ഒരു വണ്ടിയിൽ എന്നെ കയറ്റി അവർ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് അടുത്ത വണ്ടി എടുത്ത് ഇവിടെ ഞാൻ വന്നു, ആ വണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി. രണ്ടാമത് ഈ വണ്ടിയിൽ വെള്ളം പിടിക്കാനായിട്ട് ഞങ്ങൾ പുറത്ത് പോയി, വെള്ളം പിടിച്ചു വന്നു. പക്ഷേ വരുമ്പോഴേക്കും ഈ വണ്ടിയിലെ വെള്ളമൊക്കെ തീർന്നു പോകും. പക്ഷെ എന്നിരുന്നാലും നമ്മളത് വർക്ക് ചെയ്തു. അവസാനം പത്തനംതിട്ട നിന്നും കൂടെ വണ്ടി വന്നിട്ടാണ് തീ പൂർണ്ണമായിട്ട് അണച്ചത്. എത്ര നാളുകൾക്ക് ശേഷമാണ് ഈ അടൂരിന്ന് ചെങ്കൽച്ചൂളയിലേക്ക് മാറുന്നത്? 2 വർഷം അടൂര് ജോലി ചെയ്തുള്ളൂ, 2.5 വർഷം. അതിനിടയ്ക്ക് വിവാഹം കഴിഞ്ഞു. അപ്പോൾ പിന്നെ വീട്ടിനടുത്തേക്ക് പോവുക എന്നുള്ളൊരു ആവേശമായിരുന്നു. ചെങ്കൽച്ചൂള എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിന്റെ ഏതാണ്ട് ഹൃദയഭാഗമാണ് അല്ലേ? തീർച്ചയായും. തിരുവനന്തപുരത്തെ പ്രധാന ഫയർ സ്റ്റേഷൻ ചെങ്കൽച്ചൂള ആണ്. ശരി. അന്ന് അവിടെ എത്ര ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ചെങ്കൽച്ചൂളയിൽ? 30 ഡ്രൈവർ. 30 ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഏകദേശം അതിന്റെ നേർപകുതിയോളം വണ്ടികളും ഉണ്ടാവില്ലേ? ഏകദേശം ഉണ്ട്. 30 ഡ്രൈവർ, 10 ലീഡിംഗ് ഫയർമാൻ, 60 ഫയർമാൻ, 3 ഓഫീസർ, 3 STO, സ്റ്റേഷൻ്റെ ഓഫീസർ, പിന്നെ അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേര്. ഇത്രയും പേരടങ്ങുന്ന ഒരു. അപ്പോൾ നിങ്ങളുടെ ഈ ഏരിയ എത്ര വരും? നഗരം മുഴുവൻ? പൊന്മുടി വരെ, നഗരമല്ല. അത് ശരി. 50 കിലോമീറ്ററോളം പൊന്മുടി. അത് ശരി. അന്ന് അത്രയും സ്റ്റേഷനുകളെ വേറെ സ്റ്റേഷൻ ഇല്ല, നെടുമങ്ങാടില്ല, വിതിരയില്ല. അപ്പോൾ ഒരു ദിവസം ശരാശരി എത്ര കോള് വരും നിങ്ങൾക്ക്? സാധാരണ 2-3 കോളൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഒരു മഴ സീസൺ ആണെങ്കിൽ 100, 120, 130, 150 ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അത് ഈ മരം വീഴുന്നതാണ്. അത് ശരി. ഈ മരം വീഴൽ നിങ്ങളുടെ ജോലിയായിട്ട് തന്നെയാണോ പരിഗണിക്കുന്നത്? തീർച്ചയായിട്ടും. അത് ശരി. ഈ വൈദ്യുതി പ്രവഹിക്കുന്ന കമ്പിയൊക്കെ ഉള്ളിടത്ത് മരം വെട്ടാനൊക്കെ ചെല്ലുമ്പോൾ അത് വലിയ അപകടം ഉണ്ടാക്കില്ല? വലിയ അപകടം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അപകടം ഉണ്ടായിട്ടുണ്ട് അതിൽ. അതെവിടെ വെച്ചാ? അത് കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ലയോള. അവിടെ ഒരു മരം വീട്ടിൻ്റെ പുറത്തും മതിലുമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വന്ന് ഇപ്പോൾ കറണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വീട്ടുകാരോട് ചോദിച്ചാൽ കറണ്ട് ഉണ്ടോ? ഇല്ല, കറണ്ടില്ല. നമ്മൾ നോക്കിയപ്പോഴും കറണ്ടില്ല. അപ്പോൾ തറയിൽ നിന്ന് കട്ട് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയിൻസോ കൊണ്ട് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മൺതിട്ടേറെ പുറത്തോട്ട് കയറുന്നതിന് മരത്തിൽ പിടിച്ചുകൊണ്ട് കയറി അടിച്ചിഞ്ഞ് പുറത്തിട്ട്. അപ്പോഴാണ് ഈ വീട്ടിലെ ഉടമസ്ഥ എന്ന് പറയുന്നത്, നേരത്തെ പിടിച്ച ആളിനെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയതേ ഉള്ളൂ എന്ന്. പിന്നെ വേറെ മറ്റൊന്നും വലിയതായിട്ടൊന്നും സംഭവിച്ചില്ല. തിരിച്ചിങ്ങോട്ട് തള്ളിവിട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതിന് പുറമെ ഈ തീപിടുത്തം ഒരു കാലത്ത് സ്ഥിരം സംഭവിച്ചുകൊണ്ടിരുന്നൊരു കാര്യം. ഇപ്പം തീപിടുത്തം പൊതുവെ കുറവാണ്. കുറച്ചുകൂടെ വൃത്തിയായിട്ടൊക്കെ വയറിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള ഇപ്പം ബ്രേക്കറുണ്ട്, എല്ലാ വീടുകളിലും ഇത് വെച്ച് ബ്രേക്കർ വെച്ചിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ട് അപൂർവമാണ്. അല്ലാതെ തീപിടുത്ത കാരണം ഫയർഫോഴ്സിന്റെ സ്ഥിരം വാചകങ്ങളിൽ ഒന്ന് തന്നെയാണ് ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട് തന്നെ ആയിരിക്കും 90%. പിന്നെ ഇപ്പം ഓലമേഞ്ഞ വീടുകൾ കാണാനില്ല, കുടിലുകളില്ല, അങ്ങനെയുള്ളതൊന്നുമില്ല. ഇപ്പൊ തീപിടുത്തം ഒരുപാട് കുറഞ്ഞു. ഈ ചെങ്കൽച്ചൂളയിലെ കാലഘട്ടത്തിലെ ഓർമ്മിച്ചിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാ? ഒരാൾ കിണറ്റിൽ വീണു എന്ന് പറഞ്ഞിട്ട്, ഒരാളല്ല, ഭാര്യയും ഭർത്താവും കിണറ്റിൽ വീണു എന്ന് പറഞ്ഞിട്ടൊരു കോൾ ഉണ്ടായിരുന്നു. മരണപ്പെട്ടു. ആംബുലൻസ് ആണ് ആവശ്യം. നമ്മുടെ ET വേണ്ട, എമർജൻസി ടെൻഡർ വേണ്ട, റെസ്ക്യൂ വെഹിക്കിൾ വേണ്ട, ആംബുലൻസ് മതി. ഈ ആംബുലൻസ് കൊണ്ട് ചെല്ലുമ്പോഴും ഈ കൂടെ പോകുന്ന സ്റ്റാഫ് എല്ലാം ഇത് സെയിം തന്നെ അല്ല. ആംബുലൻസിൽ ഒരു ഡ്രൈവറും ഒരു ഫയർമാൻ, അറ്റൻഡർ എന്നാണ് പറയുന്നത്, ഫയർമാനും മെക്കാനിക്കായിട്ട് ഞാൻ ഉണ്ടെങ്കിൽ കയറും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ കയറിയിരിക്കും. അതങ്ങനെയാണ്, അങ്ങനെ ആയിപ്പോയതാ. അന്ന് ഇതുപോലെ ഞങ്ങൾ അതിൽ കയറി. അവിടെ ചെല്ലുമ്പോൾ ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മൂട്ടിൽ ഒരു തുണിയിട്ട് ഒരാളിനെ മൂടിയിട്ടിട്ടുണ്ട്. കിണറ്റിൽ നിന്ന് കിട്ടിയതാണോ? കിണറ്റിൽ നിന്ന് എടുത്ത് നാട്ടുകാരെടുത്ത്. അപ്പം മരിച്ചതുകൊണ്ടാണ് മൂടിയിട്ട്. മറ്റേ ആൾ നീന്താൻ അറിയുന്ന ആളായിരുന്നു, ഭർത്താവ്. പുള്ളി കരയിൽ തന്നെ ഉണ്ട്. നമ്മൾ ആംബുലൻസിൽ ബോഡി കയറ്റി. ഇപ്പം ഞാൻ പറഞ്ഞ കൂടെയുള്ള ഒരു ബന്ധുക്കളാരെങ്കിലും കൂടെ കയറാൻ പറഞ്ഞു. കൂടെ കയറി വണ്ടി പുറപ്പെട്ട് കുറച്ച് ദൂരം പോയപ്പോൾ ഞാൻ ആദ്യം വന്നോടനെ പൾസ് നോക്കി. പൾസ് ഇല്ല. പൂർണ്ണ ഉറപ്പ് വരുത്തിയതാണ് പൾസ് ഇല്ല. പക്ഷെ ആംബുലൻസിൽ കയറിയതിന് ശേഷവും ഞാൻ വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. അപ്പം നമ്മൾ സൈറണൊന്നും ഇല്ലാതെ വണ്ടി മരിച്ചു പോയത്. പൾസ് നോക്കി രണ്ടാമത് വീണ്ടും നോക്കുമ്പോൾ എനിക്കൊരു സംശയം, പൾസ് ഉണ്ടെന്ന്. വീണ്ടും ഞാൻ അമർത്തി നോക്കിയപ്പോൾ 100% പൾസ് ഉണ്ട്. ഉടനെ ഒരു തുണി വാങ്ങി. അപ്പോൾ ഇതൊരു ഗർഭിണി സ്ത്രീയും കൂടെയാണ്.
അവർക്ക് അവിടെ വെച്ചാൽ CPR കൊടുക്കുകയാണ്. ശരി. CPR കുറേ ആയപ്പോഴേക്കും ഒരു വെട്ടി എണീറ്റ് വരാനുള്ളൊരു ആവേശം കാണി, കൈയൊക്കെ അങ്ങ് ഉയർത്തി. പെട്ടെന്ന് ഞാൻ അനുവിനോട്, അനുവാണ് ഡ്രൈവർ, അനുവിൻ്റെ അടുത്ത് പറഞ്ഞ് സൈറൻ ഇടാൻ പറഞ്ഞു. പട്ടം ജയകുമാർ തൊട്ട് അടുത്തുണ്ട്. ഞാൻ പറഞ്ഞു ജയകുമാറെ ജീവനുണ്ട്, പെട്ടെന്ന് വന്നു പറഞ്ഞു. പിന്നെ ഇത് CPR കൊടുക്കുന്നു, കൈകാലം തിരുമുന്നു. വെള്ളത്തിലൊക്കെ വീണ ആളുകളുടെ വയറ്റിൽ നിന്ന് വെള്ളം പുറത്ത് കളയേണ്ട ആവശ്യം വരില്ലേ? ആവശ്യം വരാറുണ്ട്. പക്ഷെ ഇതിപ്പം അതിൻ്റെ ഒന്നും സ്റ്റേജ് വന്നില്ല. അതൊക്കെ നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് നടന്നിട്ടുണ്ടാവണം. ഇതങ്ങനെ വന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ചെയ്യും, എന്തും ചെയ്യും. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്തറ്റം വരെയും പോകും. അത് ഫയർഫോഴ്സിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇന്ന ആളെന്നൊന്നുമില്ല. അവിടെ ആണാണോ പെണ്ണാണോ പിന്നെ പ്രായം ചെന്ന ആളാണോ ഭിക്ഷക്കാരനാണോ ഇതൊന്നും അവിടെ ഇല്ല. ജീവനാണ് പ്രശ്നം. ജീവൻ. അങ്ങനെ ഈ സ്ത്രീയെ രക്ഷപ്പെട്ടു. നമ്മൾ ജനറൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഡോക്ടർ നമുക്ക് കൈ തന്നു, ഷേക്കേണ്ടി വന്നു. കൈ തന്നിട്ട് ഗുഡ് ജോബ്, വലിയ ഇതായിട്ടാണ് പറഞ്ഞത്. വിഴിഞ്ഞത്ത് ഒരു ആള് കിണറ്റിലകപ്പെട്ടതായിട്ട് 2 സ്റ്റേഷനിലെ ജീവനക്കാരവിടെ ഉണ്ട്. ഇത് ഉച്ചയ്ക്ക് സംഭവിച്ചതാ. എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ ആഴം, ഭയങ്കര ആഴം. ഓക്സിജൻ കാണത്തില്ല. അപ്പോൾ ഇറങ്ങിയവരൊക്കെ തിരിച്ചു കയറി. അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴെ കിണറ്റിലോട്ട് എത്തി നോക്കുമ്പോൾ ഒരു 10 പൈസ തൊട്ട് കിടക്കും പോലെ ഒരാൾ കിടക്കുകയാണ്. ലക്ഷറി കാറാ. മണൽ വണ്ടി ഇടിച്ച് മതിലിൽ കൂടെ വീട്ടിനകത്തേക്ക് ഇടിച്ച് കയറ്റി. 6 പേര് മരിച്ചു. പക്ഷേ വണ്ടി വലിച്ചു മാറ്റാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞു. ഇത്രയും ലോഡുള്ള ഈ മണൽ വണ്ടിയെ വലിച്ച് പുറകിലോട്ട് എടുത്താൽ മാത്രം. മണൽ വണ്ടി ഇതിന്റെ മുകളിൽ കയറിയിരിക്കണോ? ഇടിച്ച് തള്ളി കൊണ്ടുവച്ചേക്കുക. ഈ 6 ബോഡി ഇതിനകത്ത്. അപകട സ്ഥലങ്ങളിൽ പോയി പലപ്പോഴും നമുക്കൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ലോങ് ചേസ് വണ്ടി ഉണ്ടല്ലോ, ട്രെയിലർ പോലത്തെ. ഈ സ്ത്രീയെ തട്ടിയിട്ടിട്ട് ഈ വീലുകളെല്ലാം ഇവരെ പുറത്തൂടെ കയറി ഇറങ്ങി അരഞ്ഞുപോയി, മഷി പോലെ ആയിപ്പോയി. ആ സ്ത്രീയുടെ ലിവർ തറയിൽ തെറിച്ച് കിടപ്പുണ്ടായിരുന്നു. നമ്മുടെ ജീവനക്കാരൻ ഹരേഷ് എന്ന് പറയും, പുള്ളിയാണ് എടുത്ത് കവറിനകത്ത് ഇട്ടത്. ഈ ഒരു സീനൊക്കെ കണ്ട ഒരാൾക്ക് പിന്നെ ഒരു കുറേ ദിവസത്തേക്ക്, സാധാരണക്കാരനാണെങ്കിൽ പിന്നെ വലിയൊരു മാനസിക സംഘർഷത്തിലായിരിക്കും അല്ലേ? നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്? അതും അങ്ങനെ തന്നെയാണ്, അതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അതൊന്നും വലിയ നീണ്ടു നിൽക്കൂല. കുറച്ചു നേരത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ഇതാക്കിയായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, തുടക്കമുണ്ടായ വർക്ക് പറഞ്ഞല്ലോ, 2-3 ദിവസം ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല, ഉറങ്ങാൻ പറ്റില്ല. കാട്ടുപോത്ത് നാട്ടിലിറങ്ങിയതാണോ? ഒരു പറമ്പിൽ 2 ഒരുമിച്ച് ഒരു കുളത്തിനകത്ത്. ഗ്രാഹ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പണിക്ക് പോകൂല, പിടിക്കൂല. കരക്കേറിയോടെ ഇവന്റെ സ്വഭാവം മാറി കാണും. സ്വഭാവം മാറി. ഈ പോത്തൊന്ന് കുറുവി, വാലൊന്ന് ചുരുട്ടി, കാല് തറയിൽ 2 മാന്തൊക്കെ മാന്തിയിട്ട് ഒരൊറ്റ വിടക്ക. ഈ പോയ വഴിയിലുള്ള കമുക് കംപ്ലീറ്റ് ഇടിച്ച് തറയിട്ടു.